ടേസ്റ്റ് ആൻഡ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രാവിലത്തെ ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അതിനു വേണ്ടി കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 കപ്പ് പരിപ്പും 3-4 വേപ്പിലയും അതുപോലെ തന്നെ 2-3 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ സാമ്പാർ കായത്തിൻ്റെ ഒരു കഷ്ണവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ 2 വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് നന്നായിട്ട് കുക്കായി വരും കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ വിറകടുപ്പിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്താ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ട് ഞാൻ വേവിച്ചെടുക്കുകയാണ്. ഈ സമയം നമുക്ക് ദോശയ്ക്കുള്ള ചമ്മന്തി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 10 കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ചെറിയ ജാറായതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നായിട്ടിട്ടാട്ടോ ക്രഷ് ചെയ്തെടുക്കുന്നത്. വലിയ ജാറാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഇത് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലേക്ക് ഞാൻ 10 ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി ആണെന്നുണ്ടെങ്കിലും അത് അത്യാവശ്യം വലുപ്പമുള്ള ചെറിയുള്ളി ആട്ടോ. അപ്പോൾ അതുകൊണ്ട് 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. സവാള ചേർത്താൽ നമ്മുടെ ചട്ടിനി അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ശർക്കര, കുറച്ച് പുളിയും വേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ല നൈസായിട്ട് അരഞ്ഞ് കിട്ടുമൊന്നും വേണ്ട. നമ്മുടെ ചമ്മന്തിൻ്റെ ഒരു പാകം അറിയാലോ, അതുപോലെ ഒന്നായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ചമ്മന്തി നമുക്ക് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡിയാവും. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചമ്മന്തിയാണ് കേട്ടത്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ മെയിൻ താരമാണ് ഈ ചമ്മന്തി. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഈ ചമ്മന്തി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചമ്മന്തി തന്നെയാണിത്. അപ്പോൾ അത് ഞാൻ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചമ്മന്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ സാമ്പാർ കഷ്ണമൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ. ഉരുളൻകിഴങ്ങും ബീട്രൂട്ടും പച്ചക്കായും അതുപോലെ തന്നെ ചെറിയുള്ളിയാണ് കേട്ടോ. നമ്മൾ ബീട്രൂട്ട് ഇട്ടുക്കും വിചാരിച്ചിട്ട് നമ്മുടെ സാമ്പാർ അങ്ങനെ കളറൊന്നുമില്ല കേട്ടോ. അതൊക്കെ ബീട്രൂട്ട് ഇട്ടുണ്ടെങ്കിൽ ചുവന്ന കളറാവും സാമ്പാർ. പക്ഷേ ഈ ബീട്രൂട്ട് ഇട്ടപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഒരു ബീട്രൂട്ട് ഇങ്ങനെ എന്താണ് മറന്ന് ഇവിടെ ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്താണ്. അപ്പോൾ ചുവന്ന കളറൊന്നും ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ ചട്ടിയിലിട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ധൃതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ കേട്ടോ നമ്മളിത്. പലതരത്തിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. വറുത്തരച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ വറുത്തരച്ച പോലത്തെ അങ്ങനത്തെ ഒക്കെ ഒരു അതിൻ്റെ അതേപോലെ ആവില്ലെങ്കിലും എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനൊക്കെ പറ്റുന്ന സാമ്പാറാണിത്. ഇപ്പോൾ രാവിലെ മോനെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കാൻ ഉണ്ടാകുമ്പോഴൊക്കെ നല്ല തിരക്കാവും. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു എളുപ്പ വഴിയിൽ ഉണ്ടാക്കിയ സാമ്പാറാണിത്. അപ്പോഴേക്ക് ഞാനൊരു ഗ്ലാസ് കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഉച്ചക്ക് സാമ്പാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പടമൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ പപ്പടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതും കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ വെണ്ടയ്ക്കും തക്കാളി നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കൊക്കെ നല്ല അങ്ങനെ കുഴഞ്ഞു പോട്ടാ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളി ഒന്നും അങ്ങനെ വെന്ത് കുഴഞ്ഞു വരില്ലല്ലോ, തക്കാളിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. സാമ്പാറും ചട്ടിനിയൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ മിൽമാൻ്റെ നെയ്യൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളി ദോശ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ദോശ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മക്കൾ ഓരോരുത്തർ വരുമ്പോൾ ഇങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ. അല്ലാതെ ഒരുമിച്ച് ചുട്ടെടുത്ത് തണുത്തിട്ടുണ്ടെങ്കിൽ ആരും കഴിക്കില്ല. അപ്പോൾ മക്കളെ മാത്രം പറയണ്ട, നമ്മൾ വലിയവർക്കും അങ്ങനെ തന്നെ കേട്ടോ. ആരാ ചായ കുടിക്കാൻ വരുന്നേ അവർക്കുള്ളത് ആ സമയം വെച്ച് ചൂടുക, അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഞാനിവിടെ ഇവിടെ ചായ കുടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അവനക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് അപ്പോൾ അവനക്കുള്ള ദോശയൊക്കെ ഞാൻ ചുട്ടെടുക്കുക കേട്ടോ. ഇപ്പോൾ ദോശ ചുടുമ്പോൾ തന്നെ നമ്മുടെ അടുപ്പിൽ കിടന്നിട്ട് നമ്മുടെ സാമ്പാറൊക്കെ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകൊക്കെ ഒന്ന് വറുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കടുകും മുളകും ഉണക്കമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉപ്പേരിക്കുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചീരയാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗം ഇലകൾ ഓട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് കുറച്ച് ചീരൻ്റെ ഇല മാത്രമാണ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ മോന് സ്കൂളിലേക്ക് ചപ്പാത്തിയാണ് കൊണ്ടുപോവുക. അവനക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അവന് ചോറ് കൊണ്ടുപോകില്ല, ചപ്പാത്തി മാത്രമേ സ്കൂളിലേക്ക് കൊണ്ടുപോകുള്ളൂ. ചപ്പാത്തി അധികം എന്തെങ്കിലും കറി അങ്ങനെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ സാമ്പാറൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അരി തീമിടാന്ന് വിചാരിച്ച്. വെറുതെ അടുപ്പ് ഒഴിഞ്ഞെടുക്കണ്ടല്ലോ. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ട് വേണം. അപ്പോൾ ചോറാകുമ്പോൾ അവിടെ കിടന്ന് വെന്തോടല്ലോ. ആ സമയം കൊണ്ട് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ചോറ് അവിടെ വേവുന്ന സമയം ഞാൻ ദോശ എന്നാന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ മക്കളെല്ലാവരും നീറ്റ് വന്നിട്ടൊന്നുമില്ല. വന്നവർക്കുള്ളത് കൊടുത്ത് പിന്നെ ഇപ്പം ഞാനിങ്ങനെ നല്ല ആസ്വദിച്ചിരുന്ന് ദോശ തിന്നാട്ടെ. ഈ ദോശയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടിപിടിച്ചിട്ട് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി സാമ്പാറും ചട്ടിനിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ദോശ ഇങ്ങനെ കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ദോശ. ഇപ്പോൾ നമ്മുടെ സാമ്പാറാണെങ്കിലും ചമ്മന്തി ആണെങ്കിലും നല്ല ടേസ്റ്റിലാട്ടോ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ ചമ്മന്തി തോനെ മേടിച്ച് കഴിക്കൂട്ടൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പാത്രങ്ങൾ ആവണ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് കണ്ട് ഭാരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചീര ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ടൊന്ന് ഊറ്റി വെക്കാമെന്ന് വിചാരിച്ച്. വെള്ളമൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ചീര മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതൊക്കെ നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ടൊന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ചോറൊക്കെ ഏകദേശം അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചോറ് കുറച്ചും കൂടി ഒന്ന് വേവാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാമെന്ന്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ കറണ്ടിനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം തന്നെ മിക്സിൻ്റെ ജാറ് എടുത്തിട്ടുള്ള രസത്തിന് ഇങ്ങനെ പൊടിക്കാനുള്ളതൊക്കെ ഇങ്ങോട്ട് പൊടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാനൊരു 5 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറിയുള്ളി അത്യാവശ്യം വലുപ്പമുള്ള ചെറിയുള്ളി കേട്ടോ. പിന്നെ ഇതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ജീരകം കേട്ടോ. ചെറിയ ജീരകം ഞാൻ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ടു കേട്ടോ. കുറച്ച് കൂടുതലായിട്ടാണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മല്ലി ഉണ്ടല്ലോ, 1 ടീസ്പൂണ് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ രസമൊന്നും അധികം എരിവ് പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുരുമുളക് ഇട്ടതുകൊണ്ട് തന്നെ കാശ്മീരി ചില്ലിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു വരുമൊന്നും വേണ്ട കേട്ടോ. ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. അതൊക്കെ പൊടിച്ച് വന്നപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ച്.
അപ്പോൾ ഈ വിറകടുപ്പിൽ കുക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മളിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചോറ് വേവണ സമയം കൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചോറ് വെന്ത് കഴിഞ്ഞ പാടന്നെ അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചതിന് ശേഷം ഞാൻ കയ്പ്പൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊറ്റൊന്ന് ഒരു അച്ചാർ പോലെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ അച്ചാർ ഇടുന്ന പോലെ ഒന്നുമല്ല, സവാളൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ കേട്ടോ അച്ചാർ ഇട്ടെടുക്കണത്. അപ്പോൾ ഇത് നല്ല ഇഷ്ടമാട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 കയ്പ്പൊക്കെ ഇങ്ങനെ അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ചെറിയൊരു കഷ്ണം ശർക്കരയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ കയ്പ്പൊക്കെ പുളിവെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് തരണം കേട്ടോ. അപ്പോൾ കയ്പ്പൊന്നും ഉണ്ടാവില്ല, നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണോണ്ട് തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് കേട്ടോ. കയ്പ്പൊന്നും ഇല്ലാതെ, തീരെ കയ്പ്പില്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ലൊരു ടേസ്റ്റുള്ള കയ്പ്പാട്ടോ ഉണ്ടാവുക. അടുപ്പ് വെച്ച് കയ്പ്പങ്ങൊക്കെ ഇങ്ങനെ റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാമല്ലോ. അപ്പം മഴ ആയതുകൊണ്ട് തന്നെ തീ കത്തിപ്പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ, എന്നാലും എനിക്കിഷ്ടമാണ് ഇങ്ങനെ വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്നത്. അപ്പം മസാല ഒക്കെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കയ്പ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഈ സമയം കയ്പ്പൊക്കെ വേവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ മീനൊന്ന് കായം പറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം മെത്തളാണ് കിട്ടിയിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കായ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മറ്റുള്ള മസാലകളും കാര്യങ്ങളൊക്കെ കൂടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ മെത്തളായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മെത്തളാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയാലാണ് മക്കൾക്കൊക്കെ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ അതൊന്ന് കായം പറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീനും ഉപ്പേരിയും നമ്മൾ ചോറ് തിന്നുന്ന ആ ടൈമിലായിട്ട് ഉണ്ടാക്കുള്ളൂ, അതിപ്പോൾ തന്നെ ഉണ്ടാക്കിക്കുള്ളൂ. നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചോറ് തിന്നുന്ന സമയമാകുമ്പോൾ അത് നല്ല തണുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കയ്പ്പങ്ങൊക്കെ റെഡിയായി വരുന്നുണ്ട്. ആ സമയം ഞാൻ കുറച്ച് ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ടാൽ നല്ല ടേസ്റ്റാട്ടോ, ഈ കയ്പ്പങ്ങ അച്ചാർ നല്ല ടേസ്റ്റാണ് അത് ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ കയ്പ്പക്ക അച്ചാർ തൂമിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തൂമിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ നമ്മൾ കുറച്ച് കടുകും അതുപോലെ തന്നെ വെളുത്തുള്ളി തോലോട് തന്നെ ഒന്ന് കുത്തി ചതച്ചിട്ട് അതും വേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ വറവിട്ടെടുത്താൽ നമ്മുടെ കയ്പ്പങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് അച്ചാർ എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല, പക്ഷേ ഞാനിവിടെ കയ്പ്പങ്ങ അച്ചാർ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ആയിട്ട് ഉണ്ടാക്കൽ. അപ്പോൾ അതൊരു 2 ദിവസമൊക്കെ പുറത്തിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കയ്പ്പക്ക അച്ചാറൊക്കെ വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വിചാരിക്കുന്നത് രസം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടി ആ ചട്ടി വെച്ചേക്കണ്ട അതിൻ്റെ അടിഭാഗം കണ്ട് പൊട്ടിയിട്ടാ. തീ കൂടിയിട്ട് എന്താണെന്നറിയില്ല, പെട്ടെന്ന് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ കുക്കറിൽ വെച്ചിട്ട് അങ്ങനെ രസം ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ ലാസ്റ്റത്തെ ആളും കൂടി ചാടിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ അവനക്കുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. ആ സമയം ഞാൻ കുക്കറിൽ രസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാ നല്ലെണ്ണയിലാണ് കേട്ടോ നമ്മൾ രസം ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണനെക്കാട്ടി ഒന്നും കൂടി ടേസ്റ്റ് ഈ എണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ ജീരകമൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കൊരു തക്കാളി പേസ്റ്റാക്കി അരച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ മസാല ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വരണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ അതൊന്ന് വേവിച്ചെടുക്കുന്നത്.
അപ്പോൾ എല്ലാവരും രസം എങ്ങനെയാണോ ഉണ്ടാക്കുകയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ഇതേപോലെയാണ്. ഇത് ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ നമ്മൾ തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ല വെന്ത് വന്നതിന് ശേഷം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. തക്കാളിത്തെ ആ നീരൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ സാമ്പാർ കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രസമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ചധികം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ഏകദേശം കുക്കിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എനിക്ക് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കണ മീൻ പൊരിക്കണതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ രാഗിൻ്റെ ദോശ കേട്ടോ ഉച്ചക്ക് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മുടെ സാമ്പാർ ഇതൊക്കെ കൂട്ടി കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കണം കേട്ടോ.